ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, നിങ്ങളുടെ അടുത്ത ഒരാഴ്ച എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയാലോ? ഇതൊരു ജനറൽ റീഡിംഗ് ആകുന്നു. പലരുടെയും ലൈഫിൽ എന്തൊക്കെ സന്തോഷങ്ങളാണ്, അതുപോലെ നിങ്ങൾക്കായുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എല്ലാം നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സോ എനർജി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് 3 കാർഡ്സ് എടുക്കാവുന്നതാണ്. Oh my trustful and spiritual universe, please give me the right message for the beautiful souls who are watching this reading. Queen of Pentacles energy, the Magician card energy, 10 of Cups energy. നിങ്ങളുടെ അടുത്ത ഒരാഴ്ച നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ മാത്രമല്ല, ചിലരുടെ ലൈഫിൽ കുറച്ച് സങ്കടങ്ങളും വരുന്നതായി കാണുന്നു. സാമ്പത്തിക നേട്ടം, സഹായം അല്ലെങ്കിൽ കുറച്ച് പണം ലഭിക്കുന്നതായിരിക്കാം. ആ ഒരു ആഗ്രഹമുള്ളവർക്ക് നിങ്ങളിലേക്ക് ആ പ്രതീക്ഷിച്ച പണം ഈ ഒരാഴ്ചക്കകം തന്നെ വന്നു ചേരുന്നതായി കാണുന്നു. ചിലർക്കത് ബിസിനസ് ആയിരിക്കാം, ഫിനാൻഷ്യലി നല്ല സമ്പത്ത് വരുന്നതായി കാണുന്നു. അവർക്ക് കുറച്ചുകൂടി അവരുടെ ലൈഫിലേക്ക് സാമ്പത്തിക നേട്ടം വരുന്നതായാണ് കാണാൻ കഴിയുന്നത്. ഇനി ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല സമ്പത്ത് ചിലർക്കൊക്കെ വരുന്നതായി കാണുന്നു. അവർക്ക് കുറച്ചുകൂടി സാമ്പത്തിക നേട്ടം ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പല ഓപ്പർച്യൂണിറ്റീസ് ആയി വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനി മറ്റു ചിലർക്ക് അത് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ നിങ്ങളുടെ പാർട്ട്ണറുമായി, ചിലർക്കത് ന്യൂ മാരേജ് പ്രപ്പോസൽസ് ആയിരിക്കാം, ന്യൂ ലവ് ആയിരിക്കാം, ഒരു സോൾമേറ്റിനെ ഒക്കെ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പാർട്ട്ണർ വരുന്നതായി കാണുന്നു. ചിലർക്കത് പ്രമോഷനൊക്കെ കരിയറിൽ അല്ലെങ്കിൽ ജോബ് വൈസിൽ ലഭിക്കുന്നതായും കാണുന്നു. ഇവിടെ ആർക്കൊക്കെയോ ലൈഫിൽ ചില അൺഎക്സ്പെക്റ്റഡ് റീസൺസ് കൊണ്ട് ചില കാര്യങ്ങളിൽ കരയേണ്ട സിറ്റുവേഷൻ വരുന്നതായും കാണുന്നു. ഒരു പക്ഷേ ചിലർക്കത് ചീറ്റിംഗ് അല്ലെങ്കിൽ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഗിൽട്ട് ഫീലിംഗ് ഒക്കെ കൊണ്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ള എനർജിയിലോട്ട് പോകുന്നതായിട്ട് കാണുന്നു. എന്തായാലും ചിലർക്ക് അവരുടെ ലൈഫിൽ നിന്നും പ്രിയപ്പെട്ട ആരോ ഒരാൾ വിട്ടുപോകുന്നതായാണ് കാണാൻ കഴിയുന്നത്. അതിനി ഫാമിലി ലൈഫിലായിരിക്കാം, ഇല്ലെങ്കിൽ ലവ് ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ആയി മാറുന്നതായിരിക്കാം. ചിലർക്കത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ടും കാണാൻ കഴിയുന്നു. സോ ഭയപ്പെടാതെ മാനിഫെസ്റ്റേഷൻ പ്രെയർ ഒക്കെ ചെയ്ത് യൂണിവേഴ്സിലേക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.